മുഖ്യമന്ത്രി പിണറായി വിജയന് തന്റെ വാടക വീട്ടിൽ പശുക്കളെയും കൊണ്ട് നീണ്ടു നിവർന്ന് കഴിഞ്ഞ കാലത്തെ തന്റെ നേട്ടങ്ങളെ അയവിറക്കിക്കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഒന്നും രണ്ടുമല്ല 22 ഫയലുകളാണ് അട്ടിമറി സംശയിക്കപ്പെട്ട UDF പുറത്തെടുത്ത് അന്വേഷിക്കാൻ പോകുന്നത്. കിഫ്ബിയും മസാല ബോണ്ടും അടക്കം നമ്മുടെ പണം വെട്ടിച്ച് കൈക്കലാക്കാൻ ആരൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രി കോടതി കയറിയിറങ്ങാൻ മാത്രമേ സമയം കാണൂ എന്നുകൂടി ഓർക്കുക. അതിനുള്ള എല്ലാ വഴികളും UDF ഇപ്പോൾ ചെയ്തു വെക്കുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണ് മുഖ്യമന്ത്രി ആര് എന്നതിലേക്കാണെങ്കിൽ UDFിന്റെ കണ്ണ് അതുക്കും മേലെയാണ്. പറഞ്ഞു വരുന്നത് കേരളത്തിൽ പുതിയ UDF സർക്കാർ വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് പഴയ സർക്കാരിന്റെ കാലത്തെ വിവാദങ്ങളിൽ എന്ത് സംഭവിക്കും എന്നാണ്. ഭരണത്തിലേറിയാൽ ഉടൻ UDF ആദ്യം പരിശോധിക്കാൻ പോകുന്നത് കിഫ്ബിയും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഫയലുകളായിരിക്കും. വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തുവാൻ വിജിലൻസിനെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടീമിനെയോ സർക്കാർ ചുമതലപ്പെടുത്തിയേക്കും. ഈ ഇടപാടുകളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച സൂത്രധാരൻ എന്ന് UDF വിളിക്കുന്ന മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ അന്വേഷണം വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിഫ്ബിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന എബ്രഹാം വിദേശ കമ്പനികൾക്ക് വേണ്ടി കേരളത്തിന്റെ പണം വിട്ടുകൊടുത്തോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനായ സഞ്ജീവ് കൗശിക്കിന്റെ പേരും ഉയരുന്നുണ്ട്. എബ്രഹാമിനൊപ്പം കിഫ്ബിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് സഞ്ജീവിനെയും UDF സംശയിക്കുന്നത്. എന്നാൽ തനിക്കിതിൽ പങ്കില്ല എന്നാണ് സഞ്ജീവ് പറയുന്നത്. ഏതായാലും ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിലെ സത്യാവസ്ഥ പുറത്തു വരൂ. കേരളം ഇന്ന് വലിയ കടക്കെണിയിലാണ്. മസാല ബോണ്ട് വഴി ഉയർന്ന പലിശയ്ക്ക് പണം കടമെടുത്ത് ഇതിന്റെ പ്രധാന കാരണമായിട്ട് UDF ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെറും രാഷ്ട്രീയ പ്രസംഗമല്ല എന്ന് തെളിയിക്കേണ്ടത് UDFിന് ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയും മുൻ രാഷ്ട്രീയ നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. മസാല ബോണ്ട് മാത്രമല്ല, പിണറായി സർക്കാരിന്റെ കാലത്തെ ഏതാണ്ട് 22 പ്രധാന ആരോപണങ്ങളാണ് പുതിയ സർക്കാർ പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. ഫോൺ, AI ക്യാമറ, മാസപ്പടി വിവാദം, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്നിവ ഇതിൽ ചിലതാണ്. പഴയ സർക്കാർ ഭരണത്തിന്റെ ശക്തി ഉപയോഗിച്ച് മൂടിവെച്ച ഫയലുകൾ ഓരോന്നായി പുറത്തെടുക്കാനാണ് പുതിയ മുഖ്യമന്ത്രിയും സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മുൻ മന്ത്രിമാർക്കും CPM നേതാക്കൾക്കും വലിയ പ്രയാസമുണ്ടാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ADM നവീൻ ബാബുവിന്റെ മരണമാണ്. ഈ കേസിൽ പുതിയ അന്വേഷണം നടന്നേക്കും. പഴയ ഭരണകൂടം സംരക്ഷിച്ച പ്രതികളെ പിടികൂടുകയും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി നൽകുകയും ചെയ്യുക എന്നത് പുതിയ സർക്കാരിന്റെ ലക്ഷ്യമാണ്. ഇത് സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ഒരു നല്ല പേരുണ്ടാക്കാൻ സഹായിക്കുമെന്ന് UDF കരുതുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥരെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്നും മാറ്റും. അവരുടെ കാലത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി പരിശോധിക്കും. കിഫ്ബി പണം എങ്ങനെയൊക്കെ ചിലവാക്കി, കരാറുകൾ ആർക്കൊക്കെ കൊടുത്തു എന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു പ്രത്യേക കമ്മിറ്റിയെ വെക്കും. ഇത് പഴയ സർക്കാരിന്റെ കാലത്തെ തെറ്റായ വികസന രീതികൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കും എന്നാണ് UDF പറയുന്നത്. ഇത് രാഷ്ട്രീയ പുകപോക്കലല്ല എന്നും ജനങ്ങളുടെ പണം കവർന്നവർക്ക് ശിക്ഷ നൽകുകയാണെന്നും വരുത്തി തീർക്കാനാണ് മുന്നണി ശ്രമിക്കുന്നത്. മസാല ബോണ്ട് കേരളത്തെ എത്രത്തോളം കടക്കടിയിലാക്കി എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടും. മുഖ്യമന്ത്രി തീരുമാനിക്കാൻ എടുത്ത സമയം ഇത്തരം വലിയ തീരുമാനങ്ങളിലൂടെ നികത്താൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. നിയമസഭയിൽ തങ്ങൾ ഉന്നയിച്ച ഓരോ ആരോപണവും സത്യമാണ് എന്ന് തെളിയിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ UDFിന് കിട്ടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് വമ്പൻ സ്രാവുകൾ കുടുങ്ങുന്ന വലിയ അന്വേഷണങ്ങൾ തന്നെയായിരിക്കും.